ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ക്രാഫ്റ്റോപീഡിയ. ഇത് നമ്മുടെ ചാനലിന്റെ 5ാമത്തെ ലോങ് വീഡിയോ ആണ്. അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്റ്റുഡൻസിന് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് അസൈൻമെന്റ് ഫ്രണ്ട് പേജ് ഐഡിയാസ് ആണ്. അതും സബ്ജക്ട് സ്പെസിഫിക് ആയിട്ടാണ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ 1-2 ഷോർട്ട് വീഡിയോസ് അസൈൻമെന്റ് ബോർഡ് ഐഡിയാസിന്റെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത റെസ്പോൺസ് ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ അടിയിൽ വന്നൊരു കമന്റ് ആയിരുന്നു മാത്സിന്റെ അസൈൻമെന്റ് എങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഓർത്തു എന്നാ പിന്നെ എല്ലാ സബ്ജക്ട്സിനും ഓരോന്ന് വീതം കാണിച്ചേക്കാം. ആദ്യം ഞാനൊരു ഫുൾ പേപ്പറിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ പിന്നെ ഞാൻ ഓർത്തു എനിക്കിത് ഭയങ്കര വേസ്റ്റ് ആണ് ഒരു ഫുൾ പേപ്പറിൽ എടുത്തു കഴിഞ്ഞാൽ. അതുകൊണ്ട് ഞാൻ എല്ലാ പേപ്പറും നടുവേ കീറി രണ്ടാക്കിയിട്ടാണ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ കാണിക്കുന്ന ഡിസൈൻസ് എല്ലാം അത്യാവശ്യം ക്രിയേറ്റീവ് ആയിട്ടുള്ള ഡിസൈൻസ് ആണ്. അപ്പൊ ഇതൊക്കെ സ്കൂളിൽ വെക്കാം എന്നാണ് എന്റെ ഒരു വിശ്വാസം. നമുക്ക് എന്തായാലും നമ്മുടെ ഫസ്റ്റ് ഡിസൈൻ നോക്കാം. അപ്പൊ ആദ്യം എടുത്തിരിക്കുന്ന സബ്ജക്ട് എനിക്ക് വലിയ ഇഷ്ടമൊന്നും ഇല്ലാത്ത സബ്ജക്റ്റ് ആണ്. അല്ലെങ്കിൽ നേരത്തെ തൊട്ടേ അങ്ങനെ തന്നെയാണ്. കാരണം എനിക്ക് ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റ് ഒക്കെ എനിക്ക് പെട്ടെന്ന് എങ്ങനെയെങ്കിലും ഒക്കെ പഠിച്ചങ്ങ് തീർക്കണം. എന്നിട്ട് ഇഷ്ടമുള്ള സബ്ജക്ട്സ് കുറച്ചു നേരം വെച്ചുകൊണ്ടിരുന്ന് പഠിക്കാൻ എനിക്ക്. അപ്പൊ ഈ ഇഷ്ടമില്ലാത്ത സബ്ജക്ട് കെമിസ്ട്രി ആണ്. അപ്പൊ എന്നെ പോലെ കെമിസ്ട്രി ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളാം. അപ്പൊ ആദ്യം നമ്മള് ഈ ഒരു പേപ്പറിന്റെ ഹാഫ് പോർഷനിൽ ഇതുപോലെ ഈ അമീബയൊക്കെ വരയ്ക്കുന്ന ഒരു ഡിസൈൻ വരച്ചു കൊടുത്തിട്ട് ഫുള്ള് ചെക്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു ഡിസൈൻ വരയ്ക്കാനായിട്ട് പിന്നെ യാതൊരു ഡ്രോയിങ് സ്കിൽസിന്റെ ആവശ്യമില്ല. എല്ലാവർക്കും ഒട്ടും വരയ്ക്കാൻ അറിയാത്തവർക്കും വരയ്ക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പിന്നെ കെമിസ്ട്രി ആയതുകൊണ്ട് ഞാൻ കുറച്ച് ബീക്കേഴ്സും കൂടെ വരച്ചു കൊടുക്കുന്നുണ്ട്. ബീക്കർ വരച്ചപ്പോ ചെറുതായിട്ടൊന്ന് ചെളുങ്ങി കലം പോലെ ആയിപ്പോയി. അപ്പൊ നമ്മുടെ ഡിസൈൻ ഇത്രേ വരുന്നുള്ളൂ. ഇനി നമുക്ക് സബ്ജക്റ്റിന്റെ നെയിം ഒക്കെ എഴുതി കൊടുക്കാം. നമ്മുടെ പേരും ക്ലാസ്സും റോൾ നമ്പറും ഒക്കെ താഴോട്ട് എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പൊ ഫസ്റ്റ് ഡിസൈൻ ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത ഡിസൈൻ നോക്കാം. ഇതെന്റെ ഫേവറേറ്റ് സബ്ജക്റ്റ് ആണ്. എന്റെ ഫേവറേറ്റ് സബ്ജക്ട് ബയോളജി ആണ്. അപ്പൊ ആദ്യം നമ്മൾ ഇതുപോലെ 2 കോർണറിലും ഇതുപോലെ ഒരു ഡിസൈൻ വരച്ചു കൊടുത്തിട്ട് ഫുൾ ഉള്ളിൽ മൊത്തം കളർ ചെയ്തിട്ട് അതിനകത്തും ബ്ലാക്ക് പെന്ന് വെച്ചിട്ടൊന്ന് ചെക്ക് ഡിസൈൻ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ഗ്രീൻ ഡിസൈൻ വരയ്ക്കാത്ത 2 കോർണറിലും ഇതുപോലെ കുറച്ചൊന്ന് ഇലകൾ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഡ്രോയിങ്സ് ആണ്. അതിനുശേഷം സിമ്പിൾ ആയിട്ട് സബ്ജക്റ്റിന്റെ പേര് എഴുതിയിട്ട് ഒന്ന് ഗ്രീൻ ഇട്ട് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പേര്, ക്ലാസ്, റോൾ നമ്പർ ഒക്കെ കൂടെ എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബയോളജി ഇത്രേ ഉള്ളൂ. ചെയ്തു വന്നപ്പോൾ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അപ്പൊ ഇനി നമുക്ക് അടുത്ത സബ്ജക്ട് നോക്കാം. അടുത്ത സബ്ജക്റ്റും എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു സബ്ജക്റ്റ് ആണ്. ഏതാണ് ആ സബ്ജക്ട് എന്നറിയോ? ഫിസിക്സിൽ നമ്മൾ കുറച്ച് മഞ്ഞ ബൾബാണ് വരച്ചു കൊടുക്കുന്നത്. സബ്ജക്ട് പോലെ തന്നെ ബൾബ് വരയ്ക്കാനും ഇച്ചിരി പാടായിരുന്നു. തുടച്ച് പേപ്പർ കീറാറായിരുന്നു. ഈ ഫിസിക്സിനെ പറ്റി പറയാനാണെങ്കിൽ കുറെ ഉണ്ട്. അതിലൊരു ഇൻസിഡന്റ് ആണ്. ഞങ്ങൾ 10th പഠിക്കുമ്പോൾ ഞങ്ങളെ ഫിസിക്സ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഞങ്ങളുടെ ക്ലാസ് ടീച്ചറും ഒരാൾ തന്നെ ആയിരുന്നു. ബിന്ദു എന്ന് പറഞ്ഞിട്ടുള്ള ടീച്ചറായിരുന്നേ. അപ്പൊ നമ്മൾ ഡെയിലി ഇങ്ങനെ ബോർഡിൽ കോട്ട് എഴുതിയിടും. കോട്ട് എന്ന് പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു കോട്ടായിരിക്കും. പിന്നെ നമ്മൾ വാലന്റൈൻസ് ഡേ ഒക്കെ വരുമ്പോൾ കുറച്ചങ്ങ് പുഷ്പിച്ചൊക്കെ എഴുതും. അപ്പോൾ കോട്ടും എഴുതിയിടും. അതിന്റെ കൂട്ടത്തിൽ പ്രസന്റ് ആയിട്ടുള്ളവരുടെ എണ്ണവും ആബ്സെന്റ് ആയിട്ടുള്ളവരുടെ എണ്ണവും അതൊക്കെ എഴുതിയിടും. അപ്പൊ ഒരു ദിവസം നമ്മൾ കുറച്ച് ഫൺ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ആരോ തപ്പി പിടിച്ചോണ്ട് വന്നൊരു കോട്ടായിരുന്നു ഇത്. ഫിസിക്സ് വുഡ് ബി മോർ ഈസിയർ ഇഫ് ആൻ ആപ്പിൾ ട്രീ ഫോൾ ഓൺ ന്യൂട്ടൺസ് ഹെഡ് ഇൻസ്റ്റെഡ് ഓഫ് ആൻ ആപ്പിൾ. ലാസ്റ്റ് ടീച്ചർ വന്ന് ക്ലാസ് നോക്കിയപ്പോൾ ദാണ്ടടാ വെണ്ടയ്ക്ക അക്ഷരത്തിൽ ബോർഡിനകത്ത് ഫിസിക്സിനെ കളിയാക്കി ഒരു കോട്ടൊക്കെ എഴുതി ഇട്ടിരിക്കുന്നു. അപ്പോഴത്തേക്ക് പുള്ളിക്കാരി എല്ലാവരും കണ്ണുരുട്ടി പേടിപ്പിച്ചിട്ട് ആരാടോ ഇത് ബോർഡിൽ എഴുതിയത്, ആരാടോ എഴുതിയെന്നൊക്കെ ചോദിച്ചു. ഒറ്റ മനുഷ്യരനങ്ങിയില്ല. അവസാനം പുള്ളിക്കാരിക്ക് മനസ്സിലായി, കാരണം ഞാനായിരുന്നു മിക്കവാറും ബോർഡിൽ എഴുതുന്നോണ്ട് എന്നെ തന്നെ വിളിച്ച് അത് തുടപ്പിക്കുകയും ചെയ്തു. അന്ന് പേടിച്ച് കുറച്ച് നാണം കെട്ട് നിന്ന ഇൻസിഡന്റ് ആണെങ്കിലും ഇപ്പൊ ആലോചിക്കുമ്പോൾ നല്ല രസമുണ്ട്. പിന്നെ നമുക്ക് അങ്ങനെയുള്ള ഇൻസിഡന്റ് ഒക്കെ പെട്ടെന്ന് മനസ്സിലോട്ട് വരത്തുള്ളൂ.
മൊത്തത്തിൽ മഞ്ഞയായി പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഫിസിക്സ് എന്നുള്ളത് ഞാൻ ഗ്രീൻ കളറിലാണ് എഴുതി കൊടുക്കുന്നത്. അപ്പൊ അത്രേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത സബ്ജക്ട് നോക്കാം. അടുത്ത സബ്ജക്റ്റിനെ പറ്റി പറയാൻ ഒരു ലോഡ് സംഭവങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞാൽ മാത്സ് ഒരു 9th വരെയൊക്കെ എനിക്ക് വലിയ കുഴപ്പമില്ലാത്ത സബ്ജക്റ്റ് ആയിരുന്നു. 10th ആയപ്പോഴത്തേക്ക് കുറച്ച് പാടായി. പിന്നെ +1 +2 ആയപ്പോഴത്തേക്ക് ഞാൻ ഇതിനെ വെറുത്തു. ഇന്റഗ്രേഷൻ ഡിഫറൻസിയേഷൻ എന്നും പറഞ്ഞിട്ട് ആ പയറുവള്ളി പോലുള്ള ഒരു സാധനം വന്നു കഴിഞ്ഞതോടെ കഴിഞ്ഞു. പിന്നെ എനിക്ക് മാത്സ് ഇഷ്ടമേ അല്ലായിരുന്നു. +1 +2 ഞാൻ മാത്സിനൊക്കെ എങ്ങനെ പാസ്സായി ഞാൻ ഇപ്പോഴും ആ ഇന്റഗ്രേഷൻ ഡിഫറൻസിയേഷൻ ഒക്കെ നോക്കുമ്പോൾ ഞാൻ അതൊക്കെ എങ്ങനെ എഴുതിയെടുത്തു എന്ന് ഞാൻ തന്നെ ആലോചിക്കും. ശരിക്കും ചില റീൽസ് ഒക്കെ ഇല്ലേ, വീണ്ടും നമുക്ക് ചൈൽഡ്ഹുഡിലോട്ടൊക്കെ പോകണം, ചൈൽഡ്ഹുഡ് ഭയങ്കര ഗോൾഡൻ ഡേയ്സ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള റീൽസ്, അങ്ങനെയുള്ളത് കാണുമ്പോൾ എനിക്ക് ആദ്യം വരുന്നത് ഈ മാത്സ് പഠിക്കേണ്ടി വരുമല്ലോ എന്നുള്ളൊരു ട്രോമയായിപ്പോയി അങ്ങ്. അതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അപ്പൊ തന്നെ ഞാൻ ഓർക്കും, വേണ്ട, ഇങ്ങനെ തന്നെ ഇരുന്നാൽ മതി, മാത്സ് പഠിക്കുന്നതിനെക്കാട്ടി നല്ലത് ഇങ്ങനെ ഇരിക്കുന്നതാണെന്ന് പറഞ്ഞ് നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. അപ്പൊ ഈ ഒരു അസൈൻമെന്റിൽ നമ്മൾ പേപ്പർ കട്ടിങ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. 2 കോർണറിൽ ബ്ലാക്ക് കളർ പേപ്പറും പിന്നെ നടുക്ക മറ്റേ ചെക്കിന്റെ ഡിസൈൻ വരുന്ന പേപ്പറും യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കി സൈഡ്സിലൊക്കെ മാത്സിനകത്ത് സിമ്പിൾസ് ആണ് വരച്ചു കൊടുക്കുന്നത്. പ്ലസ്, മൈനസ്, മൾട്ടിപ്ലിക്കേഷൻ സിമ്പിൾ, ഡിവിഷൻ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആർക്കും ഒരു കുറവും വേണ്ട. പിന്നെ ഇതിനകത്ത് മാത്സ് എന്നുള്ളത് നമ്മൾ വേറൊരു ഷീറ്റ് ഓഫ് പേപ്പറിൽ എഴുതിയിട്ട് കട്ട് ചെയ്തിട്ട് മറ്റേ ഇതിലോട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം താഴെ നമുക്ക് ക്ലാസ്, റോൾ നമ്പർ, പേര് അതെല്ലാം ഒന്ന് എഴുതി കൊടുക്കാം. അപ്പൊ അത്രേ ഉള്ളൂ, മാത്സിന്റെ അസൈൻമെന്റ് കഴിഞ്ഞു. ചെയ്തു വന്നപ്പം ഇതെനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ അത്യാവശ്യം നല്ലതായിട്ട് കോംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത ഡിസൈൻ നോക്കാം. ഇതിൽ നമ്മൾ കുറച്ച് അധികം പേപ്പർ കട്ടിങ്സ് യൂസ് ചെയ്യുന്നുണ്ട്. നടുക്ക് ബ്ലാക്ക് കളർ ഷീറ്റ് ഓഫ് പേപ്പർ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. 2 കോർണറിലും ഇതുപോലെ ചെക്ക് ഡിസൈൻസ് ഒന്ന് കൊടുക്കുന്നുണ്ട്. പിന്നെ മറ്റേ 2 കോർണറിൽ ബ്ലൂ കളർ പേപ്പർ ഒന്ന് കീറിയിട്ട് അതും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ആദ്യം ഞാനൊന്ന് ലാവൻഡർ കളർ പീസ് ഓഫ് പേപ്പർ വെച്ച് നോക്കിയായിരുന്നു കോർണറിൽ 2ലും. പക്ഷെ അത് അത്ര കോംപ്ലിമെന്റ് ചെയ്യുന്ന പോലെ തോന്നാത്തത് കൊണ്ട് പിന്നെ ബ്ലൂ ആണ് ഒട്ടിച്ചു കൊടുത്തത്. ഒട്ടിക്കുന്നതൊക്കെ വീഡിയോ എടുക്കാനായിട്ട് മറന്നുപോയി. കാരണം വീഡിയോ ഓൺ ആണെന്നും പറഞ്ഞിട്ട് ഞാൻ ഇരിക്കുമായിരുന്നു, പക്ഷെ വീഡിയോ ഓൺ അല്ലായിരുന്നു. അതിനുശേഷം ഇംഗ്ലീഷ് എന്നുള്ളത് വേറെ പീസ് ഓഫ് പേപ്പറിൽ എഴുതിയിട്ട് കട്ട് ചെയ്തിട്ട് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഈ ബബിള് പോലെ എഴുതി ഇടയ്ക്ക് വന്നപ്പോൾ ഞാൻ ഇങ്ങനെ ആൽഫബറ്റ്സ് എങ്ങനെ എഴുതണം എന്നുള്ളത് മറന്നു പോകുന്നുണ്ടായിരുന്നു. അതാണ് ആ എന്നിനൊക്കെ എന്തോ ഒരു ചെരിവ് പോലെ തോന്നുന്നത്. എനിക്ക് കാലിഗ്രഫി ഒന്നും അത്ര വശമില്ല. അപ്പൊ ഈ ബബിൾ റൈറ്റിംഗ് അത്യാവശ്യം സിമ്പിൾ ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. പക്ഷെ ഇതിന്റെ ഒരു കുഴപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്ക് വരുമ്പോൾ നമുക്ക് ആൽഫബറ്റ്സ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മറന്നുപോകും. എങ്ങനെ എഴുതണം എന്നുള്ളത് നമ്മൾ കംപ്ലീറ്റ്ലി മറന്നുപോകും. ലാസ്റ്റ് ഒരു സ്റ്റിക്കർ ബട്ടർഫ്ലൈയും കൂടെ ഒട്ടിക്കുന്നുണ്ട്. വരയ്ക്കാൻ മടിയായിട്ടാണ് ഈ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇനി നമ്മുടെ ഫൈനൽ ഡിസൈൻ നോക്കാം. ഇതാണെന്ന് തോന്നുന്നു ഞാൻ ചെയ്തതിൽ ഭയങ്കര മിനിമൽ ആൻഡ് സിമ്പിൾ. ഇതുപോലൊരു ന്യൂസ് പേപ്പർ ഒന്ന് കട്ട് ചെയ്തിട്ട് സൈഡിലോട്ട് ഒട്ടിക്കുന്നുണ്ട്. ഇത് സോഷ്യലിന്റെ ആണ് കേട്ടോ. അതിനുശേഷം ഇതുപോലെ മുകളിലും താഴെയും ചെക്സും കൊടുക്കുന്നുണ്ട്. നടുക്ക് സബ്ജക്റ്റിന്റെ പേരും എഴുതി കൊടുക്കുന്നുണ്ട്. എഴുതി കൊടുത്തു വന്നപ്പം ഇത് ശരിക്കും ഒരു ഫ്ലാഗിന്റെ കളർ കോമ്പിനേഷൻ എത്തിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഡിസൈൻ നിങ്ങൾക്ക് ഹിസ്റ്ററി, ജോഗ്രഫി, സിവിക്സ് 3 വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പൊ അത്രേ ഉള്ളൂ. ഇത് ആർക്കെങ്കിലും എപ്പോഴെങ്കിലും ഒക്കെ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോ എന്തായാലും എക്സാംസിന്റെ ഒക്കെ സമയമാണെങ്കിൽ പോലും പിന്നീടാണെങ്കിലും ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ ഏതാന്ന് ഒന്ന് കമന്റ് ചെയ്യുക. അതേപോലെ ഇത് സ്കൂളിൽ ചെയ്തോണ്ട് പോകാൻ പറ്റുമെന്നാണ് എന്റെ ഒരു വിശ്വാസം. പിന്നെ ഇപ്പൊ പൊതുവെ ടീച്ചേഴ്സുമാരൊക്കെ ക്രിയേറ്റിവിറ്റി ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നവരും പ്രൊമോട്ട് ചെയ്യുന്നവരും ഒക്കെയാണ്. നിങ്ങൾക്ക് ഇതുപോലത്തെ സ്കൂൾ ആൻഡ് സ്റ്റഡി റിലേറ്റഡ് ആയിട്ടുള്ള ക്രാഫ്റ്റ് ഒക്കെ ഇനിയും കാണാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.